ഒരു കാഴ്ച കണ്ടതിന് ശേഷം അല്പം സംസാരിക്കാം. ഒരു ഭാഗത്ത് ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലും ചൊവ്വയിലും വണ്ടി ഇറക്കാൻ നോക്കുന്നു, മറുഭാഗത്താണെങ്കിലോ ഇതാ കട്ടിലിൽ കയറിപ്പറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു പാവം പാറ്റയെ ഓടിക്കാൻ ചൂലും വടിയും പാത്രവുമായി ഒരു സംഘം. അതെ, ജനപ്രതിനിധികൾ ഒടുവിൽ ആ വലിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. അതിന്റെ സന്തോഷാഹ്ലാദത്തിൽ ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ആ മുഖത്തെ ഒരു സംതൃപ്തി, എന്തോ വലിയൊരു പ്രതിഭാസത്തെ കീഴടക്കിയ സന്തോഷത്തിൽ വിളിക്കുകയാണ്. പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. ആരെങ്കിലും ഉപദ്രവിക്കാനോ കൊല്ലുവാനോ വേണ്ടിയിട്ടല്ലാതെ ഈ ഭാരത് മാതാ കി ജയ് അവർ ഉപയോഗിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ആഗോള പ്രശ്നം പരിഹരിച്ച ആ ഒരു ഗാംഭീര്യത്തിലാണ് അവരുള്ളത്. അത് വേറെ എവിടെയും കിട്ടില്ല. പാറ്റ പോലും വിചാരിച്ചു കാണും എന്നെ കൊല്ലാൻ ഇത്രയും വലിയ സന്നാഹം വേണ്ടിയിരുന്നില്ലെന്ന്. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി പാറ്റയാണെന്ന് കണ്ടെത്തിയ നിമിഷം ഇത്. ഒടുവിൽ അതിനെയും തുരത്തി നമ്മൾ വിജയം വരിച്ചിരിക്കുന്നു മക്കളെ എന്നുള്ള ലാഘവത്തിലാണ് അവരുള്ളത്. ഇസ്രായേലിന്റെ അയൺ ഡോമൊക്കെ എന്ത്, ഇവിടെ ഒരു പാറ്റയെ പിടിക്കാൻ പ്രയോഗിച്ച തന്ത്രങ്ങൾ കണ്ടോ? വടിയും ചൂലും പിന്നെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയും. അത് ഓർക്കുമ്പോ തന്നെ ആ ചിരി വരെയാണ്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ പാറ്റയെ കൊന്നിട്ട് അവസാനം ആ ജയ് വിളി ഉണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ്. രാജ്യം രക്ഷപ്പെട്ടു സുഹൃത്തുക്കളെ, രാജ്യം രക്ഷപ്പെട്ടു. പാറ്റ വിചാരിക്കേ ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാപ്പാ, എന്നെ ഇങ്ങനെ നാറ്റിക്കണമായിരുന്നോ? ഓരോരോ കലാവിരുതുകളെ. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി നമുക്ക് ജയ് വിളിക്കാം. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്.